നൂറുകണക്കിന് കുടുംബങ്ങളും ദിനംപ്രതി കോൺവെന്റിലേക്കും നഴ്സറിയിലേക്കും പോകുന്ന വിദ്യാർത്ഥികളും ഉൾപ്പെടെ നിരവധി പേർ ആശ്രയിക്കുന്ന ചെറിയ കൈപ്പാനം DM കോൺവെന്റ് റോഡ് സഞ്ചാരയോഗ്യമല്ലാതായിട്ട് വർഷങ്ങൾ പിന്നിടുകയാണ്. അധികൃതരുടെ അലംഭാവവും പഞ്ചായത്ത് ഭരണസമിതിയുടെ ഗൗരവമില്ലാത്ത സമീപനവും കാരണം ദുരിതത്തിലായിരിക്കുകയാണ് ഈ പ്രദേശം. 180 മീറ്റർ മാത്രം ദൈർഘ്യമുള്ള റോഡ് പൂർണ്ണമായും തകർന്നു കിടക്കുകയാണ്. കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിലൂടെയുള്ള യാത്ര ഇപ്പോൾ അപകടകരമായി മാറി. സ്ഥിതി ഇത്രയും ഗുരുതരമായിട്ടും റോഡ് അടിയന്തരമായി നന്നാക്കുന്നതിൽ പഞ്ചായത്ത് ഭരണസമിതി കാണിക്കുന്ന ഗൗരവമില്ലായ്മ നാട്ടുകാർക്കിടയിൽ വലിയ പ്രതിഷേധത്തിനും കാരണമാക്കുന്നു. റോഡിലെ തന്തോടുന്ന് DM കോൺവെന്റിലേക്കുള്ള റോഡാണത്. ചെറിയ കൈപ്പാനം DM കോൺവെന്റ് എന്നാണ് ഈ റോഡിന്റെ പേര്. പഞ്ചായത്തിലെ കുറേ വർഷങ്ങളായിട്ട് ഇതിന് അപേക്ഷ കൊടുത്തിട്ടുണ്ട്, ഈ റോഡൊന്ന് റിപ്പയർ ചെയ്ത് വരാൻ വേണ്ടിയിട്ട്. അവർ പരിഗണനയിൽ എടുത്തിട്ടുണ്ട്. പഴശ്ശിയുടെ അനുമതി വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം കാലതാമസം വെച്ചിരിക്കുകയാണ്. ഇവിടെ 10-25ഓളം വീട്ടുകാരും അവിടെ നേഴ്സറി ഉണ്ട്, DM കോൺവെന്റ് നേഴ്സറി. കുറേ കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്, ചെറിയ കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഇത്രയൊക്കെയാണ്. ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് ഇതിലുള്ള യാത്ര ചെയ്യാൻ. ഓട്ടോറിക്ഷക്കാരാണെങ്കിൽ അവിടെ വന്ന് നിർത്തിയിട്ട് മെയിൻ റോഡിൽ നിർത്തിയിട്ട് അവർ പോവുകയുള്ളൂ. അവിടെ നിന്ന് ഇങ്ങോട്ട് കടന്നു വരാൻ അവർ തയ്യാറാകുന്നില്ല. അങ്ങനെ വളരെയധികം പ്രയാസമുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ പരിപാടികളൊന്ന് ആക്കിത്തന്ന് റോഡ് ഒന്ന് നല്ലതാക്കി തരണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. നഴ്സറി വിദ്യാർത്ഥികളും വയോജനങ്ങളും ഉൾപ്പെടെയുള്ളവർക്ക് ഈ വഴിയിലൂടെ നടന്നു പോകാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. പ്രദേശവാസികൾ ഓട്ടോറിക്ഷ പോലും വിളിക്കാൻ കഴിയാത്ത അവസ്ഥയിലുമാണ്. ടാക്സി വാഹനങ്ങൾ ഈ വഴി വരാൻ തയ്യാറാകുന്നില്ല. അത്യാവശ്യ ഘട്ടങ്ങളിൽ പോലും വാഹനങ്ങൾ വരാൻ മടിക്കുന്നതുകൊണ്ട് രോഗികളെ ആശുപത്രിയിൽ എത്തിക്കുന്നതടക്കം വലിയ പ്രതിസന്ധിയാണ് നാട്ടുകാർ നേരിടുന്നതും. നമ്മൾ ഒത്തിരി പേര് യാത്ര ചെയ്യുന്ന വഴിയാണ്. പള്ളിയിലൊക്കെ പോകാൻ ഞങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടാണ്. ഷോപ്പിങ്ങിന് പോകാനും എല്ലാ കാര്യങ്ങളിലും. അതുപോലെ ഞങ്ങൾക്കൊരു നഴ്സറി സ്കൂൾ വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ കുട്ടികൾ വരാനും 3 വയസ്സുള്ള കുഞ്ഞുങ്ങളാണ് വരുന്നത്. അവർക്ക് കടന്നു വരാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. മേളത്തെ മെയിൻ റോഡിൽ നിന്ന് ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ യാത്രാ സൗകര്യം വളരെ മോശമാണ്. ഓട്ടോക്കാർ ചെറിയ വാഹനങ്ങളെ ആശ്രയിക്കുമ്പോൾ അവർ കടന്നു വരുന്നില്ല. പിന്നെ അതുപോലെ ചെറിയ PG ആയിട്ട് പിള്ളേർ നിൽക്കുന്ന സ്ഥലവും കൂടിയാണ് കോൺവെൻറ്റ്. അപ്പോൾ അവിടെ പിള്ളേർ വരുന്ന പിള്ളേർക്ക് പഠിക്കാൻ പോയിട്ട് വരുമ്പം കൊണ്ടുവന്ന് വിടാൻ വണ്ടി സൗകര്യം കിട്ടുന്നില്ല. അങ്ങനെയൊക്കെയുള്ള പ്രായോഗികമായിട്ടുള്ള ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ നേരിടുന്നുണ്ട്. ഞങ്ങൾക്ക് ഈ മഴ സമയത്തൊട്ട് ഈ വഴിയെ നടക്കാൻ പറ്റില്ല. വെള്ളം റോഡിൽ കൂടിയാണ് ഒഴുകുന്നത്. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ ഇപ്പോൾ നേരിടുന്നത്. ഇത് വർഷങ്ങളായി ഇതിപ്പോൾ ഇങ്ങനെ വഴി നന്നാക്കാത്തത് കൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനത്തെയുള്ള ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ നേരിടുന്നു. ഇറിഗേഷൻ വകുപ്പിന്റെ അധീനതയിലുള്ള റോഡിന്റെ ചെറിയൊരു ഭാഗം നിർമ്മാണത്തിന് തടസ്സമാണെന്നാണ് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വാദം. ഇത് പരിഹരിക്കാൻ വാർഡ് മെമ്പർ ഇറിഗേഷൻ വകുപ്പിന് കത്ത് നൽകിയിട്ടുണ്ടെങ്കിലും പഞ്ചായത്ത് അധികൃതർ ഇക്കാര്യത്തിൽ യാതൊരുവിധ ഗൗരവവും കാണിക്കുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. പായം ഗ്രാമപഞ്ചായത്തിലെ 14-ാം വാർഡ് തന്തോട് സ്ഥിതി ചെയ്യുന്ന ഈ ഒരു DM കോൺവെന്റ് റോഡിന്റെ അവസ്ഥ വളരെ ശോചനീയമായിട്ടാണ് നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഒരുപാട് വർഷം മുന്നേ തന്നെ ഇവിടുത്തെ ജനങ്ങൾ ഇത് പഞ്ചായത്ത് അധികൃതരെ ബോധിപ്പിക്കുകയും പരാതി നൽകുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഈ ഒരു ഭരണസമിതി വന്ന സമയത്ത് തന്നെ മെമ്പർ എന്ന രീതിയിൽ നമ്മളെല്ലാവരും കൂടി ഒരു ലെറ്റർ പഞ്ചായത്തിൽ ഏൽപ്പിക്കുകയും കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് ഇവിടെ ഇറിഗേഷൻ്റെ കുറച്ച് സ്ഥലം വരുന്നത് കൊണ്ട് NOC ലഭ്യമാക്കണമെന്നും അതിനുശേഷം മാത്രമേ ഈ ഒരു റോഡ് ആസ്തിയിൽ ഉൾപ്പെടുത്തി വേണ്ട പരിഹാരം ചെയ്യാൻ വേണ്ടി കഴിയൂ എന്നുള്ളൊരു അറിയിപ്പ് ലഭിക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മൂവ് ചെയ്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ അധികൃതരെ ഇത് ഒന്ന് എന്താ പറയുക, ഇവരുടെ ഈ ഒരു അവസ്ഥ ഒരു പരിഹാരം കണ്ടെത്തണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. അപ്പം ഒരുപാട് കുട്ടികളും അതുപോലെ ഇവിടെ ഒരു ചെറിയൊരു അൽഫോൺസ് ഒരു സ്കൂൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്കുള്ള കുട്ടികളുടെ വരവും കാര്യങ്ങളൊക്കെ ഈ റോഡ് വഴിയാണ്. അപ്പം ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഒരുപാട് ജനങ്ങളും ഇവിടെ ഈ ഒരു ഏരിയയിൽ താമസിക്കുന്നുണ്ട്. അപ്പം അതിനൊക്കെ ഒരു പരിഹാരമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇതിന് വേണ്ടുന്ന നടപടി സ്വീകരിക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇതെന്തായാലും ഇതിനൊരു നല്ലൊരു പരിഹാരം തന്നെ ഉടൻ തന്നെ കണ്ടെത്തുന്നതെന്ന് തന്നെ നമുക്ക് വിശ്വാസമുണ്ട്. ഇറിഗേഷൻ വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള നടപടികൾ വൈകുന്നതിലും ഇത് പരിഹരിക്കാൻ പഞ്ചായത്ത് കാര്യക്ഷമമായി ഇടപെടാത്തതിലുമാണ് നാട്ടുകാരുടെ അമർഷം. ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നും റോഡിന്റെ നിർമ്മാണം ഉടൻ പൂർത്തീകരിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. ഈ റോഡിന്റെ അവസ്ഥ ഭയങ്കര കഷ്ടം തന്നെയാണ്. കാരണം കുറെ കാലമായി ഇതിന് വേണ്ടിയിട്ട് ഓരോരുത്തർ ഇങ്ങനെ പറയുന്നുണ്ട്, ശരിയാക്കാന്ന് പറയുന്നുണ്ടെങ്കിലും ഇതുവരെ ആരും വലിയ കാര്യമായിട്ട് ചെയ്തില്ല. നമ്മൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചിട്ട് ഇത്രയും പോലും ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്തു തരാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ പിന്നെ എന്താ ഇതിനു വേണ്ടി പറയേണ്ടതെന്നറിയില്ല. ഇതിലൂടെ എങ്കിലും എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ സ്കൂളിൽ പോകുന്ന കാര്യമാണെങ്കിലും ഓട്ടോക്കാർ ഇങ്ങോട്ട് വിളിച്ചാൽ ആരും വരില്ല. അതുപോലെ തന്നെ എല്ലാവരും വഴിക്ക് ഇപ്പോൾ ഇവിടെ മഠത്തിൽ PSC പഠിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്. അങ്ങനെ വിവിധ ജോലികൾ ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ട്. പക്ഷെ അവരെയൊക്കെ അവിടെ ഇറക്കി വിടുക ചെയ്യുന്നത്. എല്ലാവർക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ആരും ഇതുവരെ മനസ്സിലാക്കാനും ഇതിലേക്ക് വരാനൊന്നും
നിൽക്കത്തില്ല. അപ്പോൾ ഇതിലൂടെയെങ്കിലും എന്തെങ്കിലും ഒരു മാറ്റം വരുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഇപ്പം എനിക്കാണെങ്കിലും സ്കൂളിൽ പോകണമെങ്കിൽ ഈ വഴി പോകാമെന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഫുള്ള് വെള്ളം കയറി സ്കൂളിലേക്ക് എത്തുമ്പോഴേക്കും ലാസ്റ്റ് ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ടീച്ചേഴ്സിൻ്റെ വായിൽ നിന്നും കേൾക്കണം.